ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. ഇനി മേലാൽ ഈ വക കാര്യം ആരോടും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. ഇന്നും കൊണ്ട് നിർത്തിക്കോ. സച്ചിയോടും രേവതിയോടും ഉള്ള സ്നേഹവും ഇന്നും കൊണ്ട് നിർത്തിക്കോ. അവർ ഈ വീട്ടിൽ വിളിച്ച് കയറ്റരുത്. അവരുമായിട്ടുള്ള യാതൊരു ബന്ധവും വേണ്ട. എല്ലാം ഇന്നും കൊണ്ട് ക്ലോസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോവുകയാണ്. ശ്രുതിയുടെ അമ്മ ഇങ്ങനെ മിണുങ്ങസയാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ അമ്മ വിളിച്ചു വരുത്തിയതൊന്നും അല്ല. എങ്കിൽ പോലും ശ്രുതിയുടെ അമ്മയ്ക്ക് അങ്ങനെ വീട്ടിൽ കയറി വരുന്ന ഒരാളെ പറഞ്ഞു വിടാനായിട്ട് പറ്റുമോ? രേവതി സച്ചിൻ കയറി വരുമ്പോൾ ഇറങ്ങിപ്പോടാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അങ്ങനെ ചെയ്തത് മര്യാദയാണോ? അതുപോലും ചിന്തിക്കുവാനുള്ള കോമൺ സെൻസ് നമ്മുടെ ശ്രുതിക്കുള്ള ഇല്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രേവതിയും സച്ചിയും തമ്മിലുള്ള സംഭാഷണം തന്നെയാണ്. അങ്ങനെ നമ്മുടെ രേവതി പറയുക, സച്ചേട്ടൻ എനിക്ക് അവനോട് എന്തോ ഒരു അടുപ്പം തോന്നുക. അത് ശരിയാ, അതുകൊണ്ടല്ലേ നമ്മൾ ഡ്രസ്സും വാങ്ങി അവനെ കാണാൻ പോയത്. അവൻ്റെ ബർത്ത്ഡേ ആണെന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല. പിന്നെ അവനും വലിയ കാര്യം നമ്മളെ. നീന്ന് വെച്ചാൽ ജീവനാ. അതേ സച്ചേട്ട, ഞാനെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. സ്വന്തം കുഞ്ഞിനെന്ന് പോലെയല്ലേ നമ്മൾ അന്ന് അവൻ വീട്ടിൽ വന്നപ്പോൾ നോക്കിയത്. ആ ഒരു സ്നേഹവും കൂറും ഒക്കെ അവൻ ഇപ്പോഴും മനസ്സിലുണ്ട്. ഇപ്പം നമ്മളിപ്പം സ്വന്തം വീട്ടിലൊരു കുട്ടിയെ പോലെയല്ലേ. അവൻ്റെ വിഷമം വന്ന് നമ്മുടെ വിഷമം കൂടെ ആയി അല്ലേ രേവതി. സാരമില്ല, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം അവൻ്റെ ജീവിതത്തിൽ. അല്ല സച്ചേട്ടാ, ഞാനൊരു പരിഹാരം മാർഗം പറയട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? അത് നീ പറഞ്ഞതിന് ശേഷം എനിക്കൊരു കാര്യം പറയാനുണ്ട്. സച്ചേട്ടാ, ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല. വിമല ആൻറ്റിയോട് ചോദിച്ച് അവനെ നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാലോ? നമുക്ക് അവനെ വളർത്തിയാലോ? അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി വണ്ടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് സച്ചിനെ ഇങ്ങനെ നോക്കി. സച്ചിനല്ല, രേവതിനെ ഇങ്ങനെ നോക്കി. അപ്പോൾ രേവതി, സച്ചേട്ടാ എന്താ പറ്റിയത്? പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ രേവതി, ഇത് തന്നെ ഞാനും നിന്നോട് പറയാനിരുന്നത്. അപ്പൊ രണ്ടുപേരുടെയും മനസ്സിലുള്ള ആഗ്രഹവും ഇത് തന്നെയാണല്ലേ? അതെ രേവതി, എൻ്റെ മനസ്സിലും ഈ ആഗ്രഹം മുട്ടിട്ട് തുടങ്ങിയിട്ടെ കുറേ ആയി. ആദ്യേ അവനൊരു പാവ. ആദ്യം വരും, പക്ഷെ വിമലാൻറ്റി സമ്മതിക്കുമെന്ന് എനിക്ക് പേടി. വിമലാൻറ്റിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അവർ സമ്മതിച്ചാലും അവനൊരമ്മയുണ്ടല്ലോ, സമ്മതിക്കുമോ? പിന്നെ സമ്മതിക്കാതെ അവർക്ക് സന്തോഷമാവും. അവർക്ക് ആ കൊച്ചൊരു ബാധ്യതയല്ലേ. അവൾ ആദ്യം എങ്ങനെയെങ്കിലും ഒഴിവാക്കാനല്ലേ നോക്കുന്നത്. അപ്പം നമ്മൾ ദത്തെടുക്കുമ്പോഴത്തേക്കും അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അവൾക്ക് വലിയ തടസ്സമൊന്നും കാണില്ല. ഇത് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ, നടക്കുമെന്നൊന്നും അറിയില്ല. നമ്മളെക്കാളും ഈ കാര്യത്തിലെ വേറൊരാളല്ലേ തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തോട് ചോദിക്കാതെ ശരിയാവില്ലല്ലോ. വേറൊരാളോ? അതാരാ? അത് വേറെ ആരുമല്ല, നമ്മുടെ അച്ഛനോട് ചോദിക്കണ്ടേ. അച്ഛൻ്റെ സമ്മതവും കൂടെ വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം. ഏതായാലും ഇതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ വർഷേനെയാണ് കേട്ടോ. വർഷം ഒരു ഫോണൊക്കെ കുത്തിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, എന്തൊക്കെയോ ഫോണിലൊക്കെ നോക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പതുക്കെ ചെല്ലുകയാണ്. വർഷയോട് വഴക്കുണ്ടാക്കിയിട്ട് ഇരിക്കുകയാണല്ലോ മറ്റേ വർഷയുടെ അമ്മ ചെക്ക് കൊടുത്തതിന്. അപ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ വർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ശ്രീകാന്ത്. പതുക്കെ ഇങ്ങനെ പരിങ്ങി ചെന്ന് ആ സെറ്റിയുടെ ഒരു കോണിൽ ഇങ്ങനെ ഇരുന്നിട്ട്, ദേ വർഷേ ഇങ്ങും നോക്കിക്കേ. എന്ത് നോക്കാന്? ദേ എൻ്റെ പൊന്നു വർഷേ, നീ എന്താ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നോട് മിണ്ടാൻ വരണ്ട. ദേ നിന്നോട് മിണ്ടാതെ ഞാൻ വേറെ ആരോട് മിണ്ടാനാടേ. വർഷേ ദേ ഒന്നിങ്ങോട്ട് നോക്കിക്കേ. ദേ എൻ്റെ പൊന്നു ശ്രീകാന്തേ, എനിക്ക് കലി വരുന്നുണ്ട് കേട്ടോ. നിനക്ക് കലിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. എന്തിനാ പുറത്ത് പോകുന്നത്? ചുമ്മാ ഒരു രസത്തിന് ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് വരാം. അതിന് ഫുഡ് ഇവിടെ ഉണ്ടല്ലോ. അല്ല, ഇന്ന് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാം. എന്നോട് വഴക്കിട്ടിരിക്കുമല്ലേ, ഐസ് വയ്ക്കാനുള്ള പരിപാടിയാണല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പതുക്കെ വർഷയുടെ അടുത്ത് പോയി ഇരുന്നിട്ട്, നിന്റെ അമ്മ അങ്ങനെ പറഞ്ഞതിന് നീ എന്ത് പഴിച്ചു? നിന്നോട് ഞാൻ പെരുമാറാൻ പാടില്ലായിരുന്നു. സോറി വർഷേ, സോറി. കുറച്ച് നാളായില്ലേ നമ്മൾ ഒന്നിച്ചൊന്ന് പുറത്തൊക്കെ കറങ്ങിയിട്ട്. നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം, വാന്നേ. പിന്നെ നീ വിളിച്ച ഉടനെ ഞാനങ്ങ് വരുമെന്ന് കരുതിയോ? പുറത്ത് പോകാനേ ഞാൻ മുട്ടി നിൽക്കുമൊന്നും അല്ല. നീ വിളിച്ച ഉടൻ പിന്നെ വന്നാൽ എന്താല്ലേ? എന്നാൽ പിന്നെ നമുക്ക് പോകാം, ഞാൻ വരാം എന്ന് വർഷ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത്, സത്യമാണോടി? സത്യമാ. എന്നാൽ പിന്നെ നമുക്ക് പോകാം. ആദ്യം ഷോപ്പിങ്ങിന് ഇറങ്ങാം, അത് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോകാം, പിന്നെ ഫുഡ് കഴിക്കാം. അല്ല, നീ എന്നെ ശിക്ഷിക്കുകയാണോ?
ശിക്ഷിക്കുമോ? എന്തിനു ശിക്ഷിക്കുന്നത്? അല്ല, ഇതിനൊക്കെ കുറേ കാശാവത്തില്ലേ? ക്യാഷൊക്കെ ഞാൻ ചിലവാക്കിക്കോളാം. എൻ്റെ പൊന്നു ശ്രീകാന്തേ, ഒന്ന് കൂടെ വന്നാൽ മതി, എൻ്റെ പൊന്നു പിശുക്ക, ഒന്ന് വാടാ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് വർഷ പറഞ്ഞു, അതെ, ഇനി എന്നും നീ സ്റ്റുഡിയോയിൽ വന്ന് ഇതുപോലെ വഴക്കൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അതെന്തിനാ? എങ്കിൽ പിണക്കം മാറ്റാൻ എന്നും നീ എന്നെയും കൂട്ടി കറങ്ങാൻ പോവുമല്ലോ, അതും കൊണ്ട് കൊള്ളാലോടി നിന്റെ ബുദ്ധി. എൻ്റെ ബുദ്ധി ഇങ്ങനെയൊക്കെയാ, പെട്ടെന്ന് റെഡിയാകുക, നമുക്ക് കറങ്ങാൻ പോകാമെന്ന്. അങ്ങനെ അവർ തമ്മിലുള്ള പിണക്കമൊക്കെ മാറി രണ്ടുപേരും സിങ്ക് ആകാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന രേവതിനെയാണ് കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് തിണ്ണയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ കാറിൻ്റെ അടുത്ത് കൊണ്ട് കേട്ടോ. അങ്ങനെ രേവതി ആലോചിക്കുന്ന കണ്ടപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു, എന്താ രേവതി ഒരു ആലോചന? ഏയ് ഒന്നുമില്ല സച്ചേട്ടാ, ആദിയുടെ കാര്യം നമുക്ക് അച്ഛനോട് സംസാരിക്കണ്ടേ? എല്ലാവരും വരട്ടെ, നമുക്ക് സംസാരിക്കാം, എല്ലാവരുടെ അഭിപ്രായം നമുക്ക് അറിയണമല്ലോ. അത് ശരിയാണ്, എങ്കിലും എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല സച്ചേട്ടാ. അന്ന് 2 ദിവസം ആദ്യം ഇവിടെ നിന്നപ്പം ആദ്യയോടുള്ള അമ്മയുടെ പെരുമാറ്റം കണ്ടതല്ലേ? വിമലാൻ്റെയും അതുപോലെ ആദ്യം ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി നോക്കിയതാ. നമ്മുടെ കൂടെ ആദ്യം ഇവിടെ താമസിപ്പിക്കാനേ അമ്മ എന്തായാലും സമ്മതിക്കുന്നു തോന്നുന്നില്ല. ഈ കാര്യത്തിൽ അച്ഛൻ്റെ അഭിപ്രായം മാത്രം പോരെ രേവതി, നമുക്ക് എന്തിനാ അമ്മയുടെ അഭിപ്രായം ചോദിക്കുന്നത്? പിന്നെ ഒരു കുടുംബം എന്ന നിലയിൽ എല്ലാവരെയും എല്ലാം അറിയിക്കണമല്ലോ, കാര്യം അറിയിക്കണമല്ലോ. നമുക്ക് നോക്കാം. അല്ല, വീട്ടിൽ പറയുന്നതിന് മുമ്പ് നമുക്ക് വിമലാൻ്റി ഒന്ന് വിളിക്കണ്ടേ? നമ്മുടെ തീരുമാനം അറിയിക്കണ്ടേ? വിമലാൻ്റിയോട് പറയണ്ടേ? അത് പിന്നെ അത് വീട്ടുകാരോട് സംസാരിച്ചതിന് ശേഷം പോരെ? അതുപോരാ, വിമലാൻ്റി എന്തു പറയുന്നു നോക്കണം, എന്നിട്ട് വേണം ആ കാര്യം നമുക്ക് ഇവിടെ അവതരിപ്പിക്കാനായിട്ട്. ഞാനേ വിമലാൻ്റിനെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നേരെ നമ്മുടെ രേവതി വിമലയെ വിളിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് വിമല ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട്, എന്താ രേവതി, എന്താ ഇപ്പം വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ആൻറ്റി, ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല, എനിക്ക് ഒരു കാര്യം ആൻറ്റിയോട് ചോദിക്കാനുണ്ടായിരുന്നു. സോറി കേട്ടോ, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. വിമല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ വിമല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. വിമല ഈ റിങ് അടിക്കുന്നത് കാണുമ്പോഴത്തേക്കുവേ ശ്രുതി പറഞ്ഞ കാര്യം ഓർക്കുക, ഇനി അവർ വിളിച്ചാൽ എടുക്കരുത്, അവരുടെ അടുത്ത് പോകരുത്, അവരുമായിട്ട് ഒരു സഹകരണം വേണ്ട എന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, വിമല ഫോൺ എടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ രേവതിക്ക് ഫോൺ എടുക്കാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമാവാണ്. ഇപ്പോൾ രേവതിയോട് സച്ചി പറഞ്ഞു, പോട്ടെ സാരമില്ല, നമുക്ക് അച്ഛനോട് ചോദിച്ചിട്ട് വിളിക്കാമെന്ന്. ഇപ്പം വലിയ തിരക്കുമായിരിക്കും വിമല ആൻറ്റി, അതായിരിക്കും ഫോൺ എടുക്കാത്തത്. എനിക്ക് ഉറപ്പുണ്ട് രേവതി, വിമല ആൻറ്റി സമ്മതിക്കും, അത് ഉറപ്പായ കാര്യം. അവർ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ ഇവിടെ വന്ന് നിൽക്കാനും നമ്മുടെ കൂടെ താമസിക്കാനും ഒക്കെ ആദിക്കും ഇഷ്ടമാണ്. നമ്മൾ അവനെ പൊന്നു പോലെയാണല്ലോ നോക്കുന്നത്, അതൊക്കെ വിമലാറ്റിക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നീ നോക്കിക്കോ, ഉറപ്പായിട്ടും ആദ്യം നമുക്ക് തന്നു വിടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ കൊണ്ടുവന്ന് ഇവിടെ വളർത്തിയിട്ട് അവനെ പഠിപ്പിച്ച് വലിയൊരാളാക്കണം. അവൻ്റെ അമ്മ ഏത് വഴിയിലും പോട്ടെ, അതൊന്നും നമുക്ക് തിരക്കണ്ട. സത്യത്തിൽ ആ സ്ത്രീ അവൻ്റെ അമ്മയാന്ന് പറയാൻ തന്നെ നമുക്ക് ലജ്ജ തോന്നുന്ന പോലെയാണ് ആ സ്ത്രീ പെരുമാറുന്നത്. അപ്പോൾ പിന്നെ എന്തിനാ അങ്ങനെ ഒരു അമ്മ, നമുക്ക് വളർത്തണം അവനെ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇനിയും സമാധാനപ്പെടുത്താം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ഫോണിൽ എന്തൊക്കെയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പതിയെ കയറി നമ്മുടെ രേവതി സച്ചി കാര്യം അവതരിപ്പിക്കാൻ വരുന്നത്. അങ്ങനെ രേവതി സച്ചി പതുങ്ങി വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി വന്നിട്ട് അച്ഛാന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും, എടാ ഇപ്പം വരാടാ, ഞാൻ ഈ ഗെയിം ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ, ഞാൻ ഗെയിം കളിക്കാന്ന്. അപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞു, അച്ഛാ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു, എല്ലാവരോടും കൂടിയാണ് പറയാനുള്ളത്, എല്ലാവരെയും വിളിക്കാമെന്ന് പറഞ്ഞിട്ട്, എടാ ശ്രീകാന്തേ, എടാ സുധി, എടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് നമ്മുടെ രേവതി അമ്മേ വാ അമ്മേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. അങ്ങനെ എല്ലാവരും വരാനൊക്കെ തുടങ്ങുക. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എന്താ കാര്യം? എല്ലാവരും വരട്ടെ, എല്ലാവരും വന്നിട്ട് ഞാൻ കാര്യം അവതരിപ്പിച്ചോളാം, കാര്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സുധി ഇറങ്ങി വന്നു. അതുപോലെ നമ്മുടെ ചന്ദ്ര വന്നിട്ട് എന്താ നീ വരാൻ പറഞ്ഞത് എന്നിങ്ങനെ രേവതി ചോദിച്ചപ്പോൾ അതുപോലെ സച്ചേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ രേവതി ചോദിച്ചു, അല്ല ശ്രുതിനെ കണ്ടില്ലല്ലോ, ശ്രുതി എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോഴത്തേക്കും അവൾ ബ്യൂട്ടി പാർലറിലാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അപ്പോഴത്തേക്കും ശ്രുതിയും കയറി വന്നു കേട്ടോ. ശ്രുതി കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ സച്ചി രവതിയും പറഞ്ഞു, ഞങ്ങൾ വിമലയാൻറ്റിയുടെ വീട്ടിൽ പോയായിരുന്നു, ഞങ്ങൾ ചുമ്മാ അവനെ കാണാൻ വേണ്ടി പോയത്. അല്ല, എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷം ഉണ്ടായിരുന്നു, ഞങ്ങൾ കാണാൻ വേണ്ടി പോയത്, പക്ഷേ ഞങ്ങൾ പിറന്നാളിൻ്റെ കാര്യമൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ ബർത്ത്ഡേ ഫംഗ്ഷൻ സമയത്ത് അവിടെ എത്തിയത്, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടതും ശ്രുതി പേടിച്ചു പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയാൻ വരുന്നതെന്നൊന്നും അറിയില്ലല്ലോ, ഇനി കണ്ടുപിടിച്ചതൊന്നും അറിയില്ലല്ലോ സത്യം. അപ്പോഴത്തേക്ക് വർഷയും ശ്രീകാന്തും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വർഷ പറഞ്ഞു, ആ കുട്ടിയല്ലേ, ആ കുട്ടിയുടെ അടുത്താണോ പോയത് നിങ്ങൾ? കൊള്ളാലോ, ഒന്ന് വിളിക്കത്തില്ലായിരുന്നോ, എങ്കിൽ ഞാനും വരത്തില്ലായിരുന്നോ, ഒരു ഗിഫ്റ്റെങ്കിലും തന്നു വിടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രീകാന്ത് അല്ല കേട്ടോ, രവീന്ദ്രൻ ചോദിച്ചു, അല്ല നിങ്ങൾ അവിടെ പോയിട്ട് എന്തായി? പോയിട്ട് അച്ഛാ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു, കുറച്ച് സത്യങ്ങളൊക്കെ അറിഞ്ഞു. ആദിമോ, നിങ്ങൾക്കറിയില്ല ആദിമോന്
ആദിമോന് സ്വന്തം ഒരമ്മയുണ്ട്. ആ അമ്മ ആദിമോനെ കാണാനോ എടുക്കാനോ ഒന്നും വരുന്നില്ല. സ്വന്തം അമ്മയോ? അപ്പോൾ സ്വന്തം അമ്മയെ നിങ്ങൾ കണ്ടായിരുന്നോ? അവിടെ ഉണ്ടായിരുന്നോ? അവരില്ലായിരുന്നു, അവർ ദുബായിലാച്ചാ. അവരുടെയൊക്കെ കാര്യം വലിയ കഷ്ടത്തിലാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, അല്ല ദുബായിലുള്ളത് ആ കൊച്ചിൻ്റെ ആൻറ്റി അല്ലേ? അന്ന് അങ്ങനെ എന്തോ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നത്. ആൻറ്റി ഒന്നും അല്ല, ആ കുട്ടിയുടെ അമ്മ തന്നെയാ. ഞാൻ പറഞ്ഞല്ലോ ആ സത്യം ഇന്ന് ആൻറ്റി ഞങ്ങളോട് വെളിപ്പെടുത്തിയത്. അയ്യോ അത് കൊള്ളാമല്ലോ, അമ്മയാന്ന് പറയാതെ ആൻറ്റിയാന്ന് കള്ളം പറഞ്ഞ് എന്തിനാ? എന്തോ കള്ളലക്ഷണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചന്ദ്ര. അപ്പം പറഞ്ഞു, ഹേയ് കള്ളലക്ഷണത്തിൻ്റെ ഒന്നും അല്ല, അവളെ ചെറുപ്പത്തിലെ കല്യാണം കഴിപ്പിച്ചതാ, പ്രായമുള്ള ഒരാളെ കൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചത്. അങ്ങനെ അവർക്കൊരു കൊച്ചുണ്ടായി. ആ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ മരിച്ചുപോയി. അങ്ങനെ ആദിയുടെ അമ്മയാണ് ആ കല്യാണി എന്ന് പറയുന്ന പെണ്ണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല പുറത്ത്. എന്തിന്? ആദിയോട് പോലും പറഞ്ഞിരുന്നില്ല. ആദി ഇതൊക്കെ എങ്ങനെയോ കണ്ടുപിടിച്ചു. ലാസ്റ്റാ അവള് സമ്മതിച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അയ്യോ അവൾ എന്തൊരു അമ്മയാ, അയ്യോ അവളൊരു മനുഷ്യസ്ത്രീയാണോ? അപ്പം രവീന്ദ്രൻ പറഞ്ഞു, ശരിയാ അവളൊരു മനുഷ്യസ്ത്രീയല്ല, അയ്യോ പെറ്റ തള്ളയാണെന്ന് മറച്ചു വെക്കാന്ന് പറഞ്ഞാൽ അത് പിന്നെ അച്ഛ അങ്ങനെയൊന്നും പറയല്ലേ. അതൊക്കെ ശരിയാണ് അച്ഛ പറയുന്നത്. ആ കുഞ്ഞിനെ തിരിഞ്ഞു പോലും നോക്കാറില്ല. ആ പെണ്ണിൻ്റെ മനസ്സ് കല്ലൊക്കെ തന്നെയാണ്, എങ്കിലും ആദിയുടെ അമ്മയല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, ഇത് കല്ല് തന്നെയാ, ഇത് കല്ലല്ല, മരക്കുറ്റി, അനങ്ങാതിരിക്കുന്ന മരക്കുറ്റി. അത് ശരിയാ, സ്വന്തം കുഞ്ഞിനെ ഒരമ്മമാരും ഉപേക്ഷിക്കില്ല. പിന്നെ ഒരമ്മ ഉപേക്ഷിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെ നടന്നല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മയുണ്ടായിട്ടും അമ്മയുടെ നെഞ്ചിലെ ചൂടും വാത്സല്യവും ഒന്നും കിട്ടാതെയാ ഞാൻ വളർന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടേ എന്താണെന്ന് നന്നായിട്ട് എനിക്കറിയാം. ഇത് കേട്ടത് നമ്മുടെ ചന്ദ്ര അങ്ങ് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ സച്ചി പറഞ്ഞു, എന്നെപ്പോലെ തന്നെ ആദ്യം അമ്മയുണ്ടായിട്ടും ആ കുട്ടിക്കും ആ സ്നേഹം കിട്ടാതെ വളരെയാണെന്നേ. ആ സ്നേഹം കിട്ടണം, അത് വേണം. പുറത്ത് കാണിക്കുന്നില്ല. എന്നെ സ്നേഹിക്കാൻ എൻ്റെ അച്ഛനെങ്കിലും ഉണ്ടായിരുന്നു, പക്ഷേ അവൻ അച്ഛനുണ്ടോ? അവൻ അച്ഛനും ഇല്ല. ആ കുട്ടി പുറത്തൊന്നും കാണിക്കാതെ ആ കുട്ടി എല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ചാൽ നടക്കുന്നത്. അതൊക്കെ അനുഭവിച്ചവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അമ്മയുടെ സ്നേഹം കിട്ടാതെ അമ്മയുടെ നെഞ്ചത്ത് കിടന്നുറങ്ങാൻ ആഗ്രഹിക്കാതെ ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോ? ഇല്ലല്ലോ. എല്ലാ പിള്ളേരും അങ്ങനെ ആഗ്രഹിക്കുന്നതാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എന്തായാലും ആ തള്ള ആ മോനോട് കാണിക്കുന്ന ക്രൂരതയല്ലേ. അപ്പം സുധി പറഞ്ഞു, അപ്പം ആ പെണ്ണ് തനിക്കൊരു മകനുണ്ടെന്നുള്ള കാര്യം ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവരോടും അവൻ്റെ ആൻറ്റിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അവളപ്പോൾ കള്ളം പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കുകയാണല്ലേ. അപ്പോൾ സുധി പറഞ്ഞു, ആ പെണ്ണ് ഫ്രോഡാ, അതിലൊരു സംശയവും വേണ്ട. എൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു, എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ മറച്ചു വെച്ചിട്ട് ഏതെങ്കിലും ഒരു പാവത്തിനെ ചതിച്ചിട്ട് അവനെയും കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ടാകും ഇപ്പം. അതുകൊണ്ടല്ലേ ഇപ്പം സ്വന്തം കുഞ്ഞിൻ്റെ അടുത്ത് പോലും വരാത്തത്. അവളുടെ സുഖം തേടി പോയതായിരിക്കും എന്ന് പറയുക. ഇത് കേട്ടത് നമ്മുടെ ശ്രുതി വീണ്ടും ഞെട്ടുകയാണ് കേട്ടോ. എൻ്റെ ദൈവമേ, ഇതെങ്ങാണ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി എന്തായിരിക്കും ശ്രുതിയുടെ ആ ഒരു പ്രതികരണം? വർഷയും പറഞ്ഞു ഈ സമയത്ത്, ആ പെണ്ണെ അത്രയ്ക്ക് നല്ല പെണ്ണൊന്നും അല്ല, അതുകൊണ്ടല്ലേ ആ കുഞ്ഞിൻ്റെ അമ്മയല്ല ആൻറ്റിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്, വൃത്തികെട്ട സ്ത്രീ. അപ്പോൾ ശ്രുതി പറഞ്ഞു, അവളുടെ കഴുത്തിൽ താലി കെട്ടി ആ നിർഭാഗ്യവൻ അതാരാണോ ആവോ, എന്തായാലും അവൻ്റെ കാര്യം പോക്കാന്ന്. അയ്യോ, ഇതുകൂടെ കേട്ടപ്പോൾ ശ്രുതിയുടെ സകല കൺട്രോളും പോയി കേട്ടോ. ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട്. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, അല്ല കെട്ടിയോൻ്റെ കാര്യം വിട്, ആ ഫ്രോഡ് പെണ്ണ് കയറിയ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്താകാനാ, ആ കുടുംബം അവൾ കുളവാക്കി കുട്ടിച്ചോറാക്കും. അവളുടെ കാര്യം നോക്കിപ്പോയി. അമ്മയും സ്വന്തയും കുഞ്ഞിനെയും മറന്നിട്ട് അവൾ എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു. ചിലരങ്ങനെയാ, ചിലർ അവരെക്കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. എന്ത് ചെയ്യാനാ, പാവം ആ പയ്യൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നുവാന്ന് നമ്മുടെ രവീന്ദ്രൻ. അപ്പോൾ സച്ചി പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ട് അച്ഛാ. ഞങ്ങൾ ഒരു ചെറിയൊരു തീരുമാനം എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്ത് തീരുമാനമാണ് നിങ്ങളെടുത്തത്? ആ തീരുമാനം കേൾക്കട്ടെ, അത് പറ. അത് വേറൊന്നും അല്ല. അപ്പോൾ രേവതി പറഞ്ഞു, അച്ഛ അവനെ കിട്ടാത്തതൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അത് ഉറപ്പായ കാര്യമാണ്. അവന് കിട്ടാത്തത് എന്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ ഉദ്ദേശിക്കുന്നത്? അത് വേറൊന്നുമല്ല, ഞങ്ങൾ അവനെ വളർത്തിയാലോ എന്ന് ആലോചിക്കുക, ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവനെ വളർത്തിയാലോ എന്ന്. ഇത് കേട്ടതും ശ്രുതി വീണ്ടും ഞെട്ടി നിൽക്കുകയുണ്ടോ. ശ്രുതി ഇവരുടെ ഒന്നും കൺമുമ്പിലില്ല കേട്ടോ. ശ്രുതി ഒരു വാതിലിൻ്റെ മറവിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നത്. ഏതായാലും ഈ സമയത്ത് ചന്ദ്ര പറഞ്ഞു, വളർത്താനോ? അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, വിമല ആൻറ്റിക്ക് സുഖമില്ല, അവന് നന്നായിട്ട് നോക്കാനൊന്നും പറ്റത്തില്ല. അവൻ്റെ അമ്മയാണെങ്കിൽ ഇനി അവൻ്റെ അടുത്തേക്ക് വരുമെന്നും തോന്നുന്നില്ല. അപ്പം പിന്നെ അവനെ വളർത്തത്തില്ലേ?
നമുക്ക് ആ കുഞ്ഞിനെ നോക്കത്തില്ലേ, അങ്ങനെ ഒരു പുണ്യം നമുക്ക് ചെയ്തൂടെ? എനിക്ക് ആ വേദന നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തത്. പിന്നെ വിമല ആൻറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പാവം ആ കുട്ടി ഒറ്റയ്ക്കായി പോകില്ലേ, ആ കുട്ടിക്ക് ആരെങ്കിലും കാണുമോ? അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. പ്ലീസ് അച്ഛ, നിങ്ങൾ സമ്മതിക്കണം. അച്ഛൻ സമ്മതിച്ചാൽ മതി. അച്ഛൻ അറിയാലോ, ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ജീവനാണെന്നേ, പ്രാണനാ. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ. സ്വന്തം കുഞ്ഞിനെ പോലെ ഞങ്ങൾ നോക്കിക്കോളാം. അവനുമായിട്ട് ഒരു പൂർവിക ബന്ധമുള്ളതുപോലെയാണ് തോന്നുന്നത്. മറ്റു കുട്ടികളെ പോലെ അവന് സന്തോഷത്തോടു കൂടി കഴിയണ്ടേ അച്ഛാ. ഞങ്ങൾ അവനെ നന്നായിട്ട് നോക്കിക്കോളാം. അവനൊരു കുറവും വരുത്തില്ല. അവൻ ഞങ്ങളുടെ കൂടെ ഇവിടെ കഴിയട്ടെ അച്ഛാ. എങ്ങനെയാ അച്ഛാ അച്ഛൻ്റെ തീരുമാനം? അപ്പോഴേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതിന് നല്ല കാര്യമല്ലേ, നമുക്ക് ആലോചിക്കാം. അപ്പൊ ചന്ദ്രൻ, നല്ല കാര്യമോ? പിന്നെ ഇതെന്താ അഭയകേന്ദ്രമാണോ? എല്ലാവരെയും വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് കയറ്റി ഇരുത്തി വാഴ്ത്തി വളർത്താനായിട്ട്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, അമ്മേ ഇത് നല്ല തീരുമാനമല്ലേ അമ്മേ? പാവം കുട്ടിയുടെ അവസ്ഥ ഒന്ന് ചിന്തിക്ക്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ കയറാനേ ഞാൻ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ ചെറുലിട്ട് കീറി പറ്റിയിട്ടുണ്ട്. എന്നിട്ടിപ്പം വേറെ ആൾക്കാർ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ഇത് എന്നെ ഉദ്ദേശിച്ചല്ലേ? അപ്പൊ സച്ചി പറഞ്ഞു, അല്ലല്ല, ഇത് എന്നെയും കൂടെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. അപ്പൊ ചന്ദ്ര പറയാ, പിന്നെ അവനെയോടെ നിങ്ങൾക്ക് ചിലപ്പം ദയം ദാക്ഷണ്യം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുക്കുക, അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തുമല്ലേ ചെയ്യേണ്ടത്. ഇവിടെ നിർത്തി വളർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ശ്രീകാന്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ വളർത്താൻ വേണ്ടി ഒരു നായക്കുട്ടീനെ എടുത്തോണ്ട് വന്നത് ഓർമ്മയുണ്ടോ? അതിന് ഞാൻ അന്ന് ഗേറ്റിന് വെളിയിൽ ഉപേക്ഷിച്ചു. ഒരു നായക്കുട്ടിയെ പോലും ഈ വീട്ടിൽ വളർത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല. പിന്നെയല്ലേ എവിടെയോ കിടക്കുന്ന ഒരു പേഞ്ഞ കോട്ട പയ്യൻ, ആ പയ്യനെ ഞാൻ ഇവിടെ കയറ്റണമല്ലേ? ദരിദ്രാസി പയ്യൻ. എൻ്റെ പൊന്നു ചന്ദ്രൻ, നായക്കുട്ടിയായിട്ട് ആ കൊച്ചിനെ ഒന്ന് ഉപമിക്കാതെ. എനിക്ക് എല്ലാവരും ഒന്നുപോലെ തന്നെ. അപ്പോൾ സച്ചി പറഞ്ഞു, നിങ്ങൾ ഇവനെപ്പോലെ ഒരുത്തനെ വളർത്തുന്ന സമയത്ത് ഒരു നായക്കുട്ടിയെ വളർത്തിയിരുന്നെങ്കിലേ അതിൻ്റെ നന്ദിയും കൂറും കാണിച്ചേനെ. ഇവൻ വല്ലതും കാണിക്കുന്നുണ്ടോ? ഇവൻ നിങ്ങൾക്ക് തരുന്നതെല്ലാം എന്താ എന്ന് നമ്മുടെ സുധീനെ നോക്കിയാട്ടോ പറയുന്നത്. ഇത് കേട്ടപ്പോഴത്തേക്ക് ചന്ദ്രൻ പറഞ്ഞു, നിർത്തടാ, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. അപ്പോൾ സുധി പറഞ്ഞു, നീ എന്തിനാ ഇതിൻ്റെ ഇടയിൽ എന്നെ വലിച്ചഴിക്കുന്നത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? എന്തായാലും ഞാൻ എൻ്റെ അമ്മയ്ക്കൊപ്പം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഒന്നും കൊണ്ട് താമസിപ്പിക്കേണ്ട സമയമൊന്നും അല്ല, സ്ഥലമൊന്നും അല്ല ഇത്. അതിന് സമയവും സന്ദർഭമൊക്കെ ഉണ്ട്. ഇവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വേറെ വീടെടുത്തിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുക. അപ്പം നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ശരിയാ, അങ്ങനെ പുറത്തൊരു വീടെടുത്ത് താമസിപ്പിച്ചോ ആ കൊച്ചിനെയും കൂട്ടി. അല്ലാതെ ഈ വീട്ടിൽ ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല, നടത്തത്തില്ല. കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ പോയി. പെറ്റമ്മയ്ക്കില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് എന്തിനാ? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ വീട്ടിൽ ഞാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ വളർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പം വർഷ പറഞ്ഞു, ആൻറ്റി, രേവതി ചേച്ചി, സച്ചിയേട്ടനും ആ പയ്യന് നല്ലൊരു ലൈഫ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിലിപ്പോൾ എന്താ തെറ്റിരിക്കുന്നത്? അത് നല്ലൊരു കാര്യമല്ലേ? അത് നല്ലൊരു തോട്ടല്ലേ? നമ്മൾ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത്? അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത്, അതെ, വർഷ പറയുന്നത് ശരിയാ, എൻ്റെയും വർഷയുടെയും സപ്പോർട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ ചന്ദ്രൻ, ഇത് എൻ്റെ വീടാ, ഇവിടെ ആര് താമസിക്കണം, ആരെ വളർത്തണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കേണ്ടത്, അല്ലാതെ വേറെ ആരുമല്ല. ആ പയ്യനെ ഈ വീടിൻ്റെ പടി കയറാൻ വേണ്ടി ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ സച്ചി പറഞ്ഞു, ഇത് അച്ഛൻ്റെയും കൂടെ വീടാണേ. അയ്യാ, നിങ്ങൾ രണ്ടുപേര് മാത്രമാണോ ഈ വീട്ടിലുള്ളത്? അല്ല, ഇവിടെ നിങ്ങൾക്ക് ശ്രുതിക്കും എൻ്റെ അമ്മയ്ക്കും ഉള്ളല്ലോ പ്രശ്നം, ബാക്കി ആർക്കും പ്രശ്നമില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും സച്ചി, ഇവിടെ ഞാൻ തീരുമാനിക്കും, ഞാൻ മാത്രം തീരുമാനിക്കും, വേറെ ആരും തീരുമാനിക്കേണ്ട കാര്യമില്ല. ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അടിച്ച് വിലക്കിച്ചിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അപ്പോൾ ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ശ്രുതി ഇതെല്ലാം കേട്ട് അന്തം വിട്ട് മിണുങ്ങസ്യാന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങ് മുമ്പോട്ട് വന്നു. ശ്രുതി ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല, എല്ലാവരും കൂടെ എന്താ ഒരു ഗൂഢാലോചന, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, പ്രശ്നമുണ്ട്. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പയ്യനെ ഇവർ കൂട്ടിക്കൊണ്ട് വന്നില്ലേ, അവൻ്റെ അമ്മമ്മയും കൂടെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, എന്താ പയ്യൻ്റെ പേര്? ആദി. അവൻ്റെ അമ്മ അവനെ ഉപേക്ഷിച്ചിട്ട് പോയി. ആ കൊച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് വളർത്താതെ ഇവർ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. ഞാൻ സമ്മതിക്കുമോ? ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. ശ്രുതി, നിന്റെ അഭിപ്രായം എന്താ? അത് എൻ്റെ അഭിപ്രായം ആൻറ്റിയുടെ അഭിപ്രായം തന്നെയാണ്. അത് ശരിയല്ലല്ലോ, ഒരിക്കലും അതിന് സമ്മതിക്കരുത്. വെറുതെ എന്തിനാ അങ്ങനെ ഒരു കൊച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അതുമാത്രമല്ല ശ്രുതി, വെറുതെ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. അവളെ ഗൾഫിൽ കണ്ണിൽ കണ്ടവന്മാരുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു, അല്ല, നീ എന്തിനാണ് ഇങ്ങനെ പെണ്ണുങ്ങളെ കുറിച്ച് വൃത്തികേട് പറയുന്നത്? നീ കണ്ടായിരുന്നോ? ഓ, കാണേണ്ട ആവശ്യമില്ലല്ലോ, ചെന്ന് തിരക്കി നോക്കിയാൽ മതി, അപ്പം മനസ്സിലാകും. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എന്താടാ നീ പറയുന്നത് ശ്രുതി? അല്ല, ഈ കുടുംബത്തിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാ വൃത്തികേട്, എന്നെക്കൊണ്ട് അതൊന്നും പറയാൻ പറ്റത്തില്ല. ആ പെണ്ണ് മഹാപോക്ക് കേസായിരിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി എന്നിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കുക. ഈ ഒരു സീൻ കാണിച്ചിട്ടായിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ. ടാറ്റ, ബൈ ബൈ. ലൈക്ക് അടിക്കാനും മറക്കരുതേ.